PM ശ്രീ പദ്ധതി, പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി എന്ന് പറയുന്ന ഒരു സർക്കാർ പദ്ധതി. അത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. SSK സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന SSK, പിന്നെ SSA ഉണ്ട്, സമഗ്ര ശിക്ഷ അഭിയാനുണ്ട്, അതിൻ്റെ കീഴിൽ SSK ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളാണ് രാജ്യത്താകമാനം നടക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വലിയ പരിഷ്കാരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ സിലബസ് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, കരിക്കുലം സിലബസ് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഇപ്പോഴും സ്റ്റേറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് സെൻട്രലിൻ്റെ കയ്യിലല്ല. എന്നാൽ അവർക്ക് ഗൈഡ് ലൈൻ പോലെ പറയാം, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നൊരു അഡ്വൈസറി മോഡൽ അവർക്ക് പറയാം. അതിനപ്പുറം ഒരു സാധ്യതയും കേന്ദ്ര ഗവൺമെൻറ്റിന്. എന്നാൽ PM ശ്രീ പദ്ധതിയിലൂടെ കുറേ സ്കൂളുകൾ സെലക്ട് ചെയ്ത് ആ സ്കൂളുകളിൽ മോഡൽ സ്കൂളുകളാക്കി അവിടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വർദ്ധിപ്പിച്ച് മറ്റ് സ്കൂളുകൾക്കുള്ള പരിശീലനം കൂടി കൊടുക്കുന്ന ഒരു ഏരിയയായിട്ടാണ് അവിടെ നിശ്ചയിച്ചത്. അങ്ങനെ കുറേ സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് രാജ്യത്ത്. അതിൽ കേരളത്തിലും കുറേ സ്കൂളുകൾ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾക്ക് 3 കോടി മുതൽ 5 കോടി രൂപ വരെ കിട്ടും. അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ വിഷയം 2 കാര്യത്തിലാണ് തർക്കം വന്നത്. ഒന്ന്, PM ശ്രീ എന്ന് എഴുതുന്നു, അപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ എന്ന് എഴുതുന്നു. ഇവിടെ എത്രയോ പദ്ധതികൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ പ്രോഗ്രാംസ്, സ്മാർട്ട് സിറ്റി, ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള പദ്ധതികൾ, 100 കണക്കിന് പദ്ധതികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമാക്കി, ആവശ്യമില്ലാത്തൊരു വിഷയമാണ്. രണ്ടാമത്, ഇതിനെ സംബന്ധിച്ച് സിലബസ് ആൻഡ് കരിക്കുലം, സിലബസും കരിക്കുലവും ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റിന് ചെയ്യാനും പറ്റത്തുള്ളൂ. സെൻട്രൽ കാര്യം, ഹിസ്റ്ററി, ഒരുപാട് കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റേതാണ്. ജോഗ്രഫി, ഹിസ്റ്ററി എല്ലാം സ്റ്റേറ്റിൻ്റെ ആണല്ലോ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. SCRTകളുടെ ജോലിയാണ്. NCERT ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ കൊടുക്കും. SCRTകളാണ് സിലബസ് ഉണ്ടാക്കുന്നതും കരിക്കുലം ഉണ്ടാക്കുന്നതും. പക്ഷേ എന്നിട്ടും എക്സാം മോഡലും ഒക്കെ ഉണ്ടാക്കുന്നത്, എക്സാം പാറ്റേണൊക്കെ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റാണ്. എന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇങ്ങനെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അട്ടഹസിച്ച് പോവുകയാണ്. വിഷയം അതല്ല, അവിടെ നിൽക്കട്ടെ. PM ശ്രീ ശിവൻകുട്ടിയുടെ കാലത്ത് രഹസ്യമായി പോയി ഡൽഹിയിൽ പോയി ഒപ്പിടുകയും പിന്നത് വിവാദമായപ്പോൾ ക്യാബിനറ്റിൽ വച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കമായി അവസാനം അത് ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. പിൻവലിച്ചില്ല, ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ UDF വന്നപ്പോൾ അത് ഇളക്കുകയാണ്. അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൽ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, എന്താണ് ഈ PM ശ്രീ? അതിൽ കുഴപ്പമുള്ള വകുപ്പ് ഏതാണ്, അതിൽ കുഴപ്പമുള്ള ഭാഗം ഏതാണെന്നുള്ളത് ദയവായി വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് പുറത്തുവിടണം. അല്ലെങ്കിൽ SSK ഒന്ന് SSAക്കാർ പുറത്തുവിടണം, പബ്ലിക്കിൽ പറയണം. പബ്ലിക് അറിയട്ടെ ഒരു കേന്ദ്ര പദ്ധതി ഇവിടെ വേണമെന്നും വേണ്ടണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ജനങ്ങളുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എവിടെയാണ് കാവ്യവൽക്കരണം? എന്താണ് നമുക്കുള്ള സ്വാതന്ത്ര്യം? എന്താണ് സിലബസ് നമുക്ക് മാറ്റേണ്ടി വരുമോ? പുതിയ കരിക്കുലം വയ്ക്കേണ്ടി വരുമോ? എന്താണ് വരേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം PM ശ്രീയിലേക്ക് ഇടപെടാൻ. അല്ലാതെ PM ശ്രീ പറയുന്നത് LDF മേടിച്ചില്ല, അതുകൊണ്ട് UDF മേടിക്കുന്നില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല വേണ്ടത്. വളരെ കൃത്യമായി നമുക്ക് വേണ്ട കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കൃത്യമായി വേണ്ട കാഴ്ചപ്പാട്, വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് PM ശ്രീയെ സംബന്ധിച്ച് സുതാര്യത ഉറപ്പുവരട്ടെ. ഒരു രഹസ്യവുമില്ല. ഇന്ന് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി ആളുകളെ കടിപ്പിക്കുന്നു, അതുകൊണ്ട് PM ശ്രീയിൽ പൈസ മേടിക്കണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ മേടിക്കരുത് എന്ന് പറയുന്നു. അതേസമയം UDFൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ, UDSF യുണൈറ്റഡ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ, അവരും ബഹളം ഉണ്ടാക്കുന്നു. SFI ബഹളം ഉണ്ടാക്കുന്നു. ASF, അങ്ങനെ എല്ലാവരും ബഹളത്തിലേക്ക് പോകുന്നു. ഈ ബഹളത്തിലേക്ക് പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് ദയവായി സർക്കാർ പുറത്തുവിടണം. അത് PRD വഴിയോ ലഘുലേഖയാക്കിയോ നോട്ടീസാക്കിയോ എന്താണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കരാർ, ആ കരാർ നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരാണോ? ഇത് ജനങ്ങൾ ചർച്ച ചെയ്യണമെന്നേ. ആ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിനെതിരെ പ്രതിഷേധം ഉയരണം. അല്ലാതെ പണം തരുന്നതിൻ്റെ കൂടെ എല്ലാ നയങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ ഇതെന്താണ് എൻ്റെ സ്ഥിതി, എന്താണ് സത്യം, എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കരിക്കുലവും സിലബസും ഒന്നും ഏകീകരിക്കാനോ അത് മാറ്റാനോ കേന്ദ്ര നയം പറയുന്നില്ല. പക്ഷേ ബ്രോഡ് ഗൈഡ് ലൈൻ ഉണ്ടാവും.
ആ ബ്രോഡ് ഗൈഡ് ലൈനിൽ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കഥ. എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പോയിട്ടില്ലാത്തതിനാൽ ഇത് ശിവൻകുട്ടി പറയുന്ന പോലുള്ള പരിപാടിയല്ല. ഇത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിനുള്ള ശ്രമങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നു. UDF ഗവൺമെന്റ് വളരെ കൃത്യമായി ജനങ്ങളെ ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ വേണമെന്നോ വേണ്ടെന്നോ എന്ത് വേണമോ നമുക്ക് തീരുമാനിക്കാം. അതാണല്ലോ ഉചിതമായിട്ടുള്ള പണി. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ പറഞ്ഞത് കൊണ്ടോ ഇവിടെ ബഹളമുണ്ടാക്കിയത് കൊണ്ടോ കേന്ദ്ര ഫണ്ട് ഇല്ലാതാക്കിയത് കൊണ്ടോ ഒരു കാര്യമില്ല. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്താണ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ദോഷം, സംസ്ഥാനത്തിനുണ്ടാകുന്ന ദോഷം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതാണ്. അല്ലാതെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ എഴുതി വെച്ച് PM എന്നൊരു പദ്ധതിയിൽ എഴുതിയത് കൊണ്ട് BJPക്ക് ഇവിടെ ഗുണമുണ്ടാവും എന്നൊക്കെ പറയുന്നത് ഒരുതരം മൂഢത്തരമാണ്. അങ്ങനെ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ CM KR എന്ന് എഴുതി വെച്ചതുകൊണ്ട് CMന് ഗുണമുണ്ടാവും. എങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്തെല്ലാം ഗുണം ഉണ്ടാകണമായിരുന്നു. ജനങ്ങൾ അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി നൽകുന്ന നിബന്ധനകൾ, ആ നിബന്ധനകളിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റിന് ഹാംഫുൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് സ്റ്റേറ്റിന് ഗുണകരമായിട്ടുള്ളത്, അതിൽ ഹാംഫുൾ ആയിട്ടുള്ളത് മാറ്റിയെടുക്കാൻ അവസരമുണ്ടോ ഇല്ലയോ, നിർബന്ധമായി കേന്ദ്ര ഗവൺമെൻറ് മാൻഡേറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, ഓപ്ഷണലായി പറയുന്നത് എന്താണെന്നുള്ളത് ജനങ്ങളടുത്ത് പറഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും. അതിനനുസരിച്ച് ഗവൺമെൻറ്റുകൾക്ക് തീരുമാനമെടുക്കാം.